ഭാരതീയ സംസ്കാരത്തെ അവഹേളിച്ച നാടകം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അവതരിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ പരാതി നൽകും. മലപ്പുറം റവന്യൂ ജില്ലാ കലോത്സവത്തിലാണ് രാമായണത്തിലെയും മഹാഭാരതത്തിലെയും സ്ത്രീ കഥാപാത്രങ്ങളെ മോശമായി ചിത്രീകരിച്ച് വീരനാട്യം എന്ന നാടകം അവതരിപ്പിച്ചത്. വിവരങ്ങളുമായി രമ്യാദാസ് ചേരുന്നുണ്ട്. രമ്യ, ഈ ഭാരതീയ സംസ്കാരത്തെ അവഹേളിക്കുക എന്നതൊരു ഹിഡൻ അജണ്ടയായി മാറുന്ന ഒരു അവസ്ഥ, ഒരു സ്ഥിതിവിശേഷം കേരളത്തിൽ സംജാതമായിരിക്കുന്നു. എന്തായാലും നമ്മുടെ രണ്ട് ഇതിഹാസങ്ങളിലെ രാമായണത്തിലെയും മഹാഭാരതത്തിലെയും സ്ത്രീകളെ അധിക്ഷേപിച്ചുകൊണ്ടാണ് ആ ഒരു നാടകം അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് അവതരിപ്പിച്ച കുട്ടികൾക്ക് ഇതിനെപ്പറ്റി വലിയ ബോധ്യം ഉണ്ടായിരിക്കില്ല. അവിടെ കൃത്യമായ ഒരു ബ്രെയിൻ സ്റ്റോമിങ്, ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ ആ കുട്ടികളിലേക്ക് കൃത്യമായി ഇൻജെക്ട് ചെയ്യുന്ന മുതിർന്നവർ അവിടെയുണ്ട്. അവരുടെ ഗൂഢലക്ഷ്യമല്ലേ രമ്യ ഇതിലൂടെ വെളിപ്പെടുത്തുന്നത്? തീർച്ചയായും അതുതന്നെയാണ് അശ്വതി നമുക്കിതിൽ നിന്ന് മനസ്സിലാവുന്നത്. കാരണം ഈ കഴിഞ്ഞ മലപ്പുറം റവന്യൂ കലോത്സവത്തിലാണ് ഇത്തരത്തിൽ വീരനാട്യം എന്ന് പറഞ്ഞ ഒരു നാടകം അരങ്ങേറിയത്. ഇത് പൂർണ്ണമായും തന്നെ മഹാഭാരതത്തിലെയും അതുപോലെ തന്നെ രാമായണത്തിലെയും സ്ത്രീവിരുദ്ധമാണ് എന്ന് വിളിച്ചോന്ന തരത്തിലുള്ളതായിരുന്നു. ഈ ഹൈന്ദവ സംസ്കാര പ്രകാരം ഹിന്ദുക്കളെല്ലാം തന്നെ വളരെ ഭക്തിയാദരപൂർവ്വം കാണുന്ന രണ്ട് ഗ്രന്ഥങ്ങൾ തന്നെയാണ് രാമായണവും അതുപോലെ തന്നെ മഹാഭാരതവും. ഇതിലെ കഥാപാത്രങ്ങളെല്ലാം ഭയങ്കര സ്ത്രീവിരുദ്ധമാണ് എന്നുള്ളൊരു സന്ദേശമായിരുന്നു ഈ നാടകത്തിലൂടെ ഈ നാടകകൃത്ത് പറയാൻ ശ്രമിച്ചത്. ഇത് പറയുന്നതാകട്ടെ ഈ കൊച്ചുകുട്ടികളെ ടൂളാക്കിക്കൊണ്ടായിരുന്നു. കാരണം വിദ്യാർത്ഥികളാണ്, ഈ കുട്ടികളെ ടൂളാക്കിക്കൊണ്ടാണ് ഇവരെ കൊണ്ട് ഇത്തരത്തിൽ ഈ ഒരു മഹാഭാരതവും അതുപോലെ തന്നെ രാമായണവും എല്ലാം സ്ത്രീവിരുദ്ധമാണെന്ന് പറയിപ്പിക്കാൻ ശ്രമിച്ചത്. അത് ശൂർപ്പണേഖയുണ്ട്, പാഞ്ചാലിയുണ്ട്, ഇവരെല്ലാം ഇത്തരത്തിൽ വേദിയിൽ അധിക്ഷേപിക്കുന്ന ഒരു നാടകമായിരുന്നു ഈ വീരനാട്യത്തിലൂടെ നടത്തിയിരുന്നത്. അന്ന് തന്നെ ഈ നാടകവുമായി ബന്ധപ്പെട്ട് ഈ നാടകത്തിനാണ് 1ാം സ്ഥാനം ലഭിച്ചത്. അന്ന് തന്നെ ഈ നാടകത്തെക്കുറിച്ച് വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഹൈന്ദവ വിശ്വാസികൾ ഉൾപ്പെടെ വലിയ തോതിലുള്ള വിമർശനങ്ങളാണ് ഈ നാടകത്തിനെതിരെ ഉണ്ടായിരുന്നത്. കാരണം എന്ത് സന്ദേശമാണ് ഈ നാടകം നൽകുന്നത് എന്ന തരത്തിലുള്ള മനസ്സിലാകാത്തത്. എന്ത് സന്ദേശമാണ് ഈ കുട്ടികളിലൂടെ മുതിർന്നവർ സമൂഹത്തിന് നൽകാൻ ഉദ്ദേശിക്കുന്നത്? വീരനാട്യമല്ല, ഇത് കപടനാട്യമാണ്. ഇത് സ്കൂൾ അധികൃതരുടെ അല്ലെങ്കിൽ ഇതിന് പിന്നിലുള്ള വർഗീയ ശക്തികളുടെ ഒരു കപടനാട്യം തന്നെയാണെന്നാണ് പ്രേക്ഷകരെ നമുക്ക് മനസ്സിലാകുന്നത്.